ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എല്ലാ ദിവസവും നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റൗവും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും ഒക്കെ തുടച്ച് വൃത്തിയാക്കാറുള്ളവരാണ് എല്ലാവരും അല്ലേ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഉള്ള ആ ഒരു ക്ലീനിങ്ങിൽ കുറച്ചും കൂടെ ഈസി ആക്കാനുള്ള ഒരു ചെറിയ ടിപ്പ്, ഒരു കുഞ്ഞു ടിപ്പാണ് ഞാനിന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതാ ഇന്ന് രാവിലെ ഞാൻ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം മെസ്സായിട്ട് തന്നെയാണ് എൻ്റെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഡെയിലി വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പല ഭാഗങ്ങളിലും അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ അതുപോലെ സ്ക്രൂ വരുന്ന ഭാഗങ്ങളിലൊക്കെയും തുരുമ്പൊക്കെ എടുക്കാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഡെയിലിയുള്ള ആ ഒരു ഭയങ്കരമായിട്ട് ഉരച്ച് കഴുകുക അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത് കഴുകുക എന്നൊക്കെ പറയുന്നത് ഡെയിലി അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ളൊരു സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് ഞാനൊന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ടിപ്പെന്ന് നോക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലുള്ള ചെറിയ 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 ടിപ്പുകളൊക്കെ വലിച്ചു നീട്ടി വലിയ സംഭവമാക്കി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ എന്തായാലും അത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സജസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അവരോട് വീഡിയോസ് ഒരെണ്ണമൊക്കെ കണ്ടു നോക്കുക, ബാക്കി തംബ്ലൈൻസ് ഒക്കെ ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എന്താണ് കുഞ്ഞു ടിപ്പ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് സാധനം, കണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇതൊരു ക്ലീനിങ് ഏജൻ്റാണ്, ഒരു ആസിഡിക് പവർ ഉള്ളൊരു സാധനമാണ്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് വിനാഗിരി. അപ്പോൾ ഈ വിനാഗിരി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതായത് വളരെ കുറച്ചൊരു എമൗണ്ടിൽ മാത്രം വിനാഗിരി നമുക്ക് എടുത്താൽ മതിയാവും. കാണിച്ചു തരാം. വളരെ കുറച്ച് മാത്രം, ഒരു 3-4 സ്പൂൺ പോലും ഇല്ലാതെ അത്രയും മാത്രം വിനാഗിരി എടുക്കുക. എന്നിട്ട് നമ്മൾ കിച്ചൺ ടവലിലോ മറ്റോ ഇത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റൗവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് തേച്ച് കൊടുക്കണം. അതായത് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഭാഗങ്ങളിലേക്കും ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാണ്ട് പറിച്ച് കഴുകാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അഴുക്കായിട്ടിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലേക്കും നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനൊരു അസിഡിക് പവർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം എണ്ണമെഴുക്ക് അല്ലെങ്കിൽ അതുപോലെ വല്ല കറിയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ അവശിഷ്ടങ്ങൾ, പാല് തിളച്ച് തൂവിയതിൻ്റെ ആ ഒരു മെഴുക്കുണ്ടാവുമല്ലോ, അതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. നമ്മുടെ സ്റ്റൗവിൽ ഏറ്റവും കൂടുതൽ അവശേഷിക്കുന്നത് ആ ഒരു വേസ്റ്റ് ആയിരിക്കും അല്ലേ. എണ്ണമെഴുക്കായിരിക്കും കൂടുതലായിട്ട് നമ്മുടെ സ്റ്റൗവിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെയാണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ തേച്ച് കൊടുക്കുക. അത്യാവശ്യം എല്ലാ ഭാഗത്തേക്കും ഞാൻ നല്ലപോലെ ഇതൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് സ്റ്റൗവിൽ ഇതുപോലത്തെ സ്ക്രൂകളൊക്കെ ഉണ്ടാവും, സ്ക്രൂവിലൊക്കെ നല്ല രീതിയിൽ തുരുമ്പായിട്ടുണ്ടാവും. ആ തുരുമ്പ് വരെ ഇളക്കാനായിട്ട് ഈ വിനാഗിരി കൊണ്ട് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റും. അപ്പോൾ ഞാൻ ഈ എല്ലാ ഭാഗങ്ങളിലും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇത്ര എടുത്തതല്ലേ, എല്ലാ ഭാഗങ്ങളിലേക്കും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ചേർക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ സ്ക്രബ്ബറൊന്നും ഇട്ടിട്ട് ഉരയ്ക്കുകയോ പിടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ട് കഴുകേണ്ട ഒന്നും ആവശ്യം വരത്തില്ല. അതാ ഇപ്പം തന്നെ ഇതൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മളെടുത്ത ആ വിനാഗിരി ഞാൻ കംപ്ലീറ്റ് ആയിട്ടും എല്ലായിടത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, മുഴുവൻ വിനാഗിരി എടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളിലേക്കും നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 സെക്കൻഡ് നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ. കുറച്ച് വിനാഗിരി ഞാൻ ഇതിൻ്റെ മേലേക്കും കൂടി തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലും അതുപോലെ തന്നെ അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും കൂടി തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് റീപെയിൻറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. മുഴുവൻ പെയിൻ്റൊക്കെ ഇളകിയിട്ടുണ്ട്. ഞാൻ സാധാരണ അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഇത് പെയിൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. കുറേ കാലത്തേക്ക് ലാസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 10-20 സെക്കൻഡോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു തുണി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതൊന്നിങ്ങനെ തുടച്ചെടുത്താൽ മതിയാവും നിങ്ങൾക്ക്. എന്നിട്ട് ഞാനതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം എന്ത് മാത്രമാണെന്നുള്ളത്. അപ്പോൾ അത് വൈറ്റ് കളർ തുണി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതിലുണ്ടായിരുന്ന അഴുക്കൊക്കെ എത്രത്തോളം നമ്മൾ അതിലേക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളത്. കണ്ടില്ലേ, തുടച്ചെടുത്താൽ മതി. നമ്മൾ റബ്ബ് ചെയ്യോ സ്ക്രബ് ചെയ്യോ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ്. കണ്ടോ,
അഴുക്കൊക്കെയും അതിൽ ആ തുണിയിലേക്ക് ആയിട്ടുണ്ട്. അതുപോലെ എണ്ണ മെഴുക്കും കാര്യങ്ങളൊക്കെ തന്നെ പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ തേച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി തുടച്ചെടുക്കാം. അപ്പം നേരത്തെ നിങ്ങളിത് കണ്ടതാണ്. എന്താണ് ഇപ്പോൾ ഉള്ള വ്യത്യാസം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. നന്നായിട്ട് എല്ലാ ഭാഗവും നല്ല ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഒരു 20 സെക്കൻഡ് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. വിനാഗിരി എന്തായാലും എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാവും അല്ലേ? അപ്പോൾ അതാ നമ്മുടെ വിനാഗിരി മാജിക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം റിസൾട്ടാണ്, എന്ത് റിസൾട്ടാണുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ടാവും. ഒട്ടും സ്ട്രെയിൻ ചെയ്യാതെ വളരെ ഈസി ആയിട്ട്, ഇപ്പം നമുക്ക് തിരക്കൊക്കെ ഉള്ളൊരു ദിവസമാണ്, അധിക സമയമൊന്നും ഇതിന് വേണ്ടിയിട്ട് കളയാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. നല്ല പളപളാന്ന് തിളങ്ങുന്നുണ്ട്. നമ്മൾ അധികം ഫോഴ്സ് ചെയ്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്നതിനേക്കാളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക്, പക്ഷേ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള റിസൾട്ട്. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും മീറ്റ് ചെയ്യും. അതുവരെ ബൈ ഫ്രം ആശ.